മെഡിക്കൽ കോളേജിൻ്റെയും ജനറൽ ഹോസ്പിറ്റലിൻ്റെയൊക്കെ വാർഡിൽ പോയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വാർഡിൽ പോയ ആൾക്കാർക്ക് അറിയാം. നമ്മൾ ഈ ബിഗ് ബോസ് സീസൺ 7 തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഹോസ്പിറ്റൽ വാർഡ് പോലെ, ഒന്നിലും മറ്റേണിറ്റി വാർഡ്, ഞാൻ പ്രസവ വാർഡ്, അത് അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ വാർഡ് പോലെ എപ്പോഴും കിടത്ത അവിടെ കിടക്കുക, അവിടെ മൂലയിൽ കിടക്കുക, ഇവിടെ മൂലയിൽ കിടക്കുക. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പേര് കൂട്ടം കൂടിയിരുന്ന് വർത്താനം പറയുക, എന്തെങ്കിലുമൊക്കെ കുടിച്ചും തിന്നും ഒക്കെ ഇരിക്കുക. ചില ആൾക്കാർ തലമുടി ചെയ്യുക, ചില ആൾക്കാർ പേൻ കൊല്ലുക. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ സാധാരണ മെഡിക്കൽ കോളേജിൻ്റെയോ ജനറൽ ഹോസ്പിറ്റലിൻ്റെയൊക്കെ വാർഡിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ലൈവ് അപ്ഡേറ്റ്സ്, ആരാണ് ഔട്ടായത് അല്ലെങ്കിൽ ഇന്ന് ഔട്ട് ആകുന്നത്, ഇതെല്ലാം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് നിങ്ങൾ പോൾ ചെയ്യണം. പോയി എവിടെയാണ്? മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.com, മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.com എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങൾ പോൾ ചെയ്യണം. ജെനുവിനായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ഡിവൈസിൽ നിന്ന് ഒരു വോട്ട് മാത്രമേ ഒരാൾക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ കറക്റ്റ് ജെനുവിനാലിറ്റി അവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റിനെ അവിടെ പോയിട്ട് പോൾ വോട്ട് ചെയ്തിട്ട് നമ്മുടെ അമ്മൂസോട്ടിനകത്ത് 24 hours 24/7 ലൈവ് ആണ്. ആരാണ് കൂടുതൽ, ആരാണ് കുറവ്, എല്ലാവരും കൃത്യമായിട്ട് വോട്ടിംഗ് ചെയ്യുക. അപ്പോൾ എല്ലാ ദിവസവും വോട്ടിംഗ് ഉണ്ട്. രാത്രി 10 മണി വരെയാണ് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത്. തിരിച്ച് നിങ്ങൾ ലൈവിൽ വന്ന് നോക്കുമ്പോൾ നിങ്ങൾ വോട്ട് ചെയ്തത് ആർക്കാണ് അപ്പോൾ കൂടുതൽ നിൽക്കുന്നതെന്ന് അറിയാം. കാരണം ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ വോട്ട് ചെയ്ത നമ്മൾ ഈ പോൾ ചെയ്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആർക്കാണ്, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണ് എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാർഗമാണ്. നമ്മൾ ഒഫീഷ്യലായിട്ട് ഒരു സൈറ്റ് വാങ്ങിച്ചതാണ്, മലയാളം ബിഗ് ബോസ് വോട്ടിംഗ്.com എന്ന സൈറ്റ്. അമ്മോസോട്ടിൻ്റെ സ്വന്തമാണ്. അപ്പം അതിൽ പോയി നിങ്ങൾ പോൾ ചെയ്യുക. അപ്പോൾ അതിനകത്ത് അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ്സ് അറിയാൻ പറ്റും. അപ്പോൾ ഓക്കെ, പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനാണ്. സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തോളം നമ്മൾ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ആരൊക്കെയാണ് ഔട്ടാകുന്നത്, എന്തൊക്കെയാണ് ഇപ്പോൾ പിന്നെ ലൈവിൽ നടക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഇന്ന് എന്തൊക്കെയാണ്, ഇന്നലെ രാത്രിത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ആദിലയും പിന്നെ നമ്മുടെ അനുമോളും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അനുമോള് വലിയൊരു പ്രശ്നങ്ങളാക്കി തീർത്തില്ല. ഇപ്പോൾ രാവിലെ അനുമോളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. രാവിലെ 12 മണി, രാവിലെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 1 മണിയായിട്ടും കുറച്ച് നേരത്തെയാണ് എല്ലാവരും ഉറക്കമൊക്കെ എഴുന്നേറ്റ്. രാവിലെ നിവിൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആശുപത്രിയിലെ ജനറൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ വാർഡ്, നമ്മൾ പിന്നെ വാർഡുകളുണ്ടല്ലോ, പേ വാർഡല്ല ജനറൽ വാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെയാണ് ബിഗ് ബോസ് സീസൺ 7 മലയാളം. അപ്പോൾ ഈ സാധനത്തിന് ഒരു 3-4 പേരെയൊക്കെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും അടിച്ചിറക്കിയിട്ട് പുതിയ ആൾക്കാരെ കയറ്റിയെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം ഇനിയും 10-60 ദിവസം കിടക്കുകയാണ്. 60 ദിവസത്തിൽ കൂടുതൽ ഇനിയും കിടക്കുകയാണ്. എൻ്റെ 34-35 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും 10-65 ദിവസം കിടക്കുകയാണ്. ഇത് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമോ നമുക്ക് വിശ്വസിക്കാൻ പറ്റേയില്ല. എന്താ ചെയ്യണമെന്നറിയാൻ പറ്റുന്ന അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആരാണ് ഔട്ടാവുന്നത്? അപ്പോൾ ഇന്നലെ ഇരുന്ന് ഭയങ്കര പ്ലാനിങ്ങും ഇതൊക്കെ ആയിരുന്നു. അപ്പാനി ശരത്ത് പിന്നെ ആര്യനെ വെച്ചിട്ട് കരയുന്നുണ്ടായിരുന്നു. എന്തൊരു നാടകയുടെ ഒരു പെണ്ണിനെ ഇങ്ങനെ കരയിച്ചപ്പോൾ എന്തോടെ ബൂമറാങ് പോലെ തിരിച്ചടിച്ചോ, എന്തോടെ ഇതൊക്കെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ഉണ്ടെന്ന്. എന്തിനാണ് കരയുന്നത് ഇപ്പം? എന്തിനാണ് ഒരാളിനെ ഇത്രയും ദ്രോഹിച്ചിട്ട്? അപ്പോൾ അവർ കരഞ്ഞപ്പോൾ അവരെ കരച്ചിൽ കണ്ണീര്, നാടകം, മറ്റേത് മറിച്ച്. അപ്പോൾ നിങ്ങളൊക്കെ കരയുമ്പോൾ നാടകമൊന്നും അല്ലേ, അപ്പോൾ സീരിയലൊന്നും അല്ലേ, അല്ലെങ്കിൽ ഡ്രാമയൊന്നും അല്ലേ? എല്ലാവരും അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇമോഷൻസ് ഉണ്ട്. ഞാൻ പറയത്തില്ല, ഇമോഷൻസ് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് ബ്രേക്ക് ആകുമ്പോൾ നമ്മൾ കരഞ്ഞ് ഇവിടെ തീർക്കുക. ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുക, കരയാൻ തോന്നുമ്പോൾ കരയുക, ദേഷ്യപ്പെടാൻ തോന്നുമ്പോൾ ദേഷ്യപ്പെടുക. അതിനെല്ലാം ഒരു അതിർവരമ്പുണ്ട്. നമ്മൾ ചീത്ത വിളിക്കുന്നതിന് എവിടം വരെ നമുക്ക് ചീത്ത വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എത്രമാത്രം കരയാൻ പറ്റും. വെറുതെ കരഞ്ഞ് മൂക്കളെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കാണുന്നവർക്ക് ബോറടിക്കും. നമ്മൾ ഇമോഷൻസ് അപ്പോഴേ കരഞ്ഞ് അവിടെ കഴിഞ്ഞ് മുൻകഴി അവനവൻ്റെ കാര്യം തിരക്കി പോവുക. കരയുമ്പോൾ മൈൻഡ് ഫ്രീ ആവും. ദേഷ്യപ്പെടാനുള്ള സമയത്ത് അപ്പോഴേ ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അവനവൻ്റെ കാര്യം തിരക്കി പോവുക. അത്രേ ഉള്ളൂ. അവനവൻ്റെ ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ വൃത്തിയായിട്ട് ചെയ്യുക. ഈ പരദൂഷണം പറയാതിരുന്നാൽ മതി. ഒരാളുടെ കുറ്റം മറ്റൊരാളുടെ കുറ്റം ഒരാളെടുത്ത് അങ്ങനെ പറയാതിരിക്കുന്നതാണ് എപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത്. നമുക്ക് പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പം അവിടെ പിന്നെ നമുക്ക് ആരൊക്കെയാണ് വന്നിരിക്കുന്ന നോമിനേഷൻ? എല്ലാവരും 15 പേര്, വൈൽഡ് കാർഡും നെവിനും ഒഴിച്ച് ബാക്കി 15 പേര് നോമിനേഷൻ ലിസ്റ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആർക്കാണ് നമുക്ക് കുറച്ചൊക്കെ കൃത്യമായിട്ട് അറിയാം. വൈൽഡ് കാർഡ് 5 പേരിൽ ഇനിയിപ്പം ജിഷിൻ അടുത്ത ആഴ്ചത്തേക്ക് ഓക്കെ ആയി. അടുത്ത ആഴ്ച നെവിൻ സേഫ് ആയിട്ടുണ്ട്. ബാക്കി 4 പേരും അടുത്ത ആഴ്ച നോമിനേഷൻ വരും, ക്യാപ്റ്റൻ ഒഴികെ. അപ്പോൾ ക്യാപ്റ്റൻ ആരാണെന്ന് നമുക്ക് കണ്ടെത്താം. ക്യാപ്റ്റൻസിൽ 3 പേരാണ്, ജിസേൽ, ഒണിയൽ, അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷ് ആവട്ടെ എന്നുള്ളത് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അഭിലാഷ് കുറച്ചും കൂടി എല്ലാവരുടെയും കൂടെ ചേർന്ന് പോകാൻ പറ്റുന്ന ഒരു ഇൻഡിപെൻഡന്റ് ക്യാപ്റ്റൻ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു.
അപ്പോൾ ഇന്നിപ്പോൾ ഔട്ടാവുന്ന തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്ത് ഒന്നാമതായിട്ട് ഔട്ടാവുന്ന ഒരാൾ മാത്രമേ ഔട്ടാവുമെങ്കിൽ അത് ശൈത്യ. 100% ശൈത്യയാണ് ഔട്ടാകുന്നത്. ശൈത്യയാണ് പുറത്തു പോകുന്നത്. ശൈത്യയാണ് പുറത്തു പോകേണ്ട വ്യക്തി. കാരണം എന്ത് മാത്രം കൂട്ടിയിട്ട് ആരും അറിയാതെ ഇടയ്ക്കൂടെ അനുമോളെ വളരെ മോശമായിട്ട് പരാമർശിച്ച് അനുമോടെ കൂടെ ഇന്ന് കാര്യങ്ങൾ പലതും പറഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് ചെന്ന് അവരോട് പറഞ്ഞിട്ട് അവർ പിന്നെ അനുമോളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ഇങ്ങനെ പറയുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത് ഇത്ര വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ശൈത്യം മാത്രമാണ്. പിന്നെ ഈ ഒരു സ്വഭാവം ശരിയല്ല. നമ്മളൊന്നുമില്ലെങ്കിലും +2 കഴിഞ്ഞ് 5 വർഷം LLB ഒക്കെ പഠിച്ചിട്ട് വന്നില്ല. അതിൻ്റെങ്കിലും 5 വർഷം LLB പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ആന പഠിത്തമൊന്നുമല്ല. ഓരോ ആൾക്കാരും ഇഷ്ടംപോലെ പഠിത്തമാണ് പഠിക്കുന്നത്. അപ്പോൾ 5 വർഷം LLB ഒക്കെ പഠിച്ചിട്ട് വന്നത് 1 വർഷവും മറ്റോ ആയും തോന്നുന്നു, 1 വർഷം 2 വർഷം മറ്റോ ആയും തോന്നുന്നു പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നാലും അത്രയൊക്കെ പഠിച്ചതല്ലേ, ഒരു വിവരം വേണ്ടി, അത്യാവശ്യം ഒരു വിവരം വേണ്ടി. അത്രയോട് ഞാൻ ഇപ്പം ചോദിക്കുന്നത്, കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം അതെൻ്റെ പ്രൊഫഷനും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. ഓക്കെ, ഞാനും 11 വർഷമായിട്ട് വക്കീൽ പണിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അത് അങ്ങനെ ശൈത്യമാണ് അപ്പോൾ ഔട്ടാവുന്നത് എന്നുള്ളത് തന്നെയാണ് 100% കൺഫേംഡ് ആണ്. അതുപോലെ 2 പേരാണ് ഔട്ടാവുന്നതെങ്കിൽ ആരായിരിക്കും? നിങ്ങൾ പറ, ആരായിരിക്കും? പറയുന്നുണ്ടോ? ഇല്ല, ഞാൻ തന്നെ പറയും. ആരായിരിക്കും? ആര്യൻ കത്തൂരിയ. ആര്യനാണ് 2 പേര് ഔട്ടാവുന്നെങ്കിൽ ആര്യനാണ് ഔട്ടാവുന്നത്. ഒനിയലായിരുന്നു നിന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആര്യനാണ് ഔട്ടാവുന്നത് എന്നുള്ളതാണ് 90% കൺഫേംഡ് ആണ്. 2 പേരെ ഔട്ടാക്കുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു 3-4 പേരെ ഔട്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 3-4 പേര് ഔട്ടാവണം. പിന്നെ 3 പേര് ഔട്ടാവുകയാണെങ്കിൽ ആരായിരിക്കും? രണ ഫാത്തിമയാണ്. 3 പേര് ഔട്ടാവുകയാണെങ്കിൽ രണ ഫാത്തിമ പുറത്തു പോകാനുള്ള സാധ്യതയാണ്. 4 പേര് ഔട്ടാവുകയാണെങ്കിൽ ഒനിയൽ ഓർ അപ്പാനി ശരത്ത്. അയ്യോ എൻ്റെ ദൈവമേ, മഹാനടൻ എന്തോ ചെയ്യൂടെ. ഔട്ടങ്ങാനായി പോയാൽ 3-4 പേരെയൊക്കെ ഔട്ടാക്കി കഴിഞ്ഞാൽ എടുത്ത് വലിച്ച് ദൂരെ കളഞ്ഞാൽ. ഇന്നലെ കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ച തന്നെ അനുമോളോട് പറഞ്ഞില്ല നിന്നെ ഞങ്ങൾ തൂക്കിയെടുത്ത് വെളിയിൽ കളയുമെന്ന്. ഇപ്പം എന്നാ ചെയ്യും? എൻ്റെ പൊന്നേ, അപ്പാനിയെങ്ങാനും പുറത്ത് പോവുമോ? നല്ല അപ്പാനി നിൽക്കട്ടെ, മര്യാദയൊക്കെ പഠിച്ചിട്ടൊക്കെ ഇറക്കി വിടും. അതായിരിക്കും ബെറ്റർ. കാരണം ഇങ്ങോട്ടൊക്കെ വരണ്ടേ അല്ലേ, ആൾക്കാരെ കൂവരുതല്ലോ, എയർപോർട്ടിലൊക്കെ വരുമ്പോൾ കൂവി ഓടിക്കരുതല്ലോ. അപ്പോൾ അത് കാരണം കുറച്ച് നാളോട്ട് നിൽക്കട്ടെ എന്നുള്ളത് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അപ്പാനി 4 പേര് പോയാൽ അപ്പാനി. അപ്പോൾ എന്തായാലും ഏറ്റവും കൺഫേംഡ് ആയിട്ടുള്ളത് ശൈത്യ ആൻഡ് ആര്യൻ, അതുപോലെ തന്നെ റെന ഫാത്തിമ ആൻഡ് ഒനിയൽ. അപ്പോൾ ഈ 2 പേര് ഉറപ്പായിട്ട് 2 പേര് ഈ എവിക്ഷനിൽ പുറത്താവും. പിന്നെ കഴിഞ്ഞ വീക്കിലൊന്നും എവിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ വീക്കിലും എവിക്ഷൻ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ വീക്കിൽ തീർച്ചയായിട്ടും എവിക്ഷൻ ഉണ്ട്. ഇപ്പോൾ അവിടെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് കിട്ടുന്ന അൺഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ. നമുക്ക് ഷൂട്ടിംഗ് കാര്യങ്ങളിൽ ലാലേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടൻ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ഇവരോട് ചോദിക്കാൻ പോകുന്നത്? ഈ ഉമ്മ കിസപ്പും ഒക്കെ ചോദിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അതൊന്നും ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അത് ഡയറക്റ്റ് ഭയങ്കര ഇതായിട്ട് പറയാതെ ചിലപ്പോൾ ചെറുതായിട്ട് കാണിച്ചു പോകും. എല്ലാ ബിഗ് ബോസ് ഷോകളിലും ഈ ഉമ്മോയ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ മലയാളി പ്രേക്ഷകർക്ക് പിന്നെ എന്താ പറയണേ, യഥാർത്ഥമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഒരു ലവ് മലയാളി പ്രേക്ഷകർ സ്വീകരിക്കുന്നവരാണ്. പക്ഷേ റിയൽ അല്ലാത്ത ഫേക്ക് ലവ് ആരും ഒരു മലയാളി പ്രേക്ഷകരും സ്വീകരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് ലവ് ആണോ എന്നറിയാൻ വയ്യ. ഇന്നലെ ബിന്നി പറയുന്ന കേട്ടോ, എടി പിന്നെ ശരിയാണ്, അനുമോള് പറഞ്ഞ ശരിയാടി, പിന്നെ എനിക്കും അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവളുടെ ഞാൻ വരെ അവളെ വായിൽ എന്തുമായിരുന്നു, പഴമായിരുന്നു. അവൾ അനുമോളെ വന്നിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞല്ലോ. ജയിലിൽ കിടക്കുമ്പോൾ പോലും വന്ന് പറഞ്ഞു, എടി നുണച്ചി, നീ എന്തിനാണ് അങ്ങനെ പറയാൻ പോയത്? നിനക്കാണ് ആര്യനോട് ഫ്ലേർട്ട്, നിനക്കാണ് ഫ്ലേർട്ട്. നമ്മളിത് എപ്പിസോഡിൽ കണ്ട കാര്യമാണല്ലേ. ഈ പിന്നെ അനുമോളെടുത്ത് വന്ന് പിന്നെ ഈ ഒരു കട്ടപ്പ ശൈത്യ വന്ന് പറയുന്നു, നിന്നോട് ആരിനൊരു ക്രഷ് ഉണ്ടടി, നിനക്ക് അങ്ങോട്ട് വല്ലതും ഉണ്ടോ? അപ്പോൾ ഉടനെ അനുമോള് പറയുന്നത്, നീ പൊടി അവിടെ നിന്ന് വാലുപ്പി ചെറുക്കൻ, 22 വയസ്സുള്ള ചെറുക്കനില്ലേ, ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ച് അത് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ട കാര്യമാണ്. അവരാണ് പറയുന്നത് ക്രഷ് ഉണ്ട് എന്ന് ശൈത്യയോട് പറഞ്ഞത്. ശൈത്യ പറയുകയാണ് ശൈത്യയോട് ക്രഷ് ഉണ്ട്, ആരിനോട് ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്തത്. ഇന്നലെ ആണെങ്കിൽ രാത്രി ഇവർ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്നവർ ഇന്നലെ ആദിലയും റെനയും ബിന്നിയും കൂടി ഇരിക്കുന്ന പിന്നെ റെനയോട് പറയുന്നു, ഞാൻ ഒരു കാര്യം പറയും, അപ്പോൾ നീ ബിന്നി പറയുവാണ്, ഞാൻ ഒരു കാര്യം പറയും, നീ അപ്പോൾ ഏറ്റുപിടിച്ചോണം, നീ അതിനെ പിടിച്ചോണം. അപ്പോൾ അതിന് ശരിയടി അത് പിടിച്ചോണം. അപ്പോൾ അങ്ങനെ ആദിലെ പിന്നെ എന്താ ബിന്നി എന്തോ പറഞ്ഞു, ഉടനെ ആദില പറഞ്ഞു, റെന കയറിപ്പിടിയടി. ഇത് നമ്മളെ പ്രേക്ഷകർ കാണുവാണ്. അപ്പോൾ ഈ പിടിക്കുന്നതാണ് അവരുടെ കണ്ടന്റ്. എന്നിട്ട് പിടിച്ചിട്ട് അങ്ങോട്ടും വഴക്കിടുന്നു, നീ ചോറ് അവിടെ കൊണ്ടുവച്ചില്ലേ, അപ്പം പാത്രം കഴുകി വെച്ചില്ലേ, അപ്പം പിന്നെ എന്തിനാണ് നീ അങ്ങനെ എടുത്തില്ലേ, നീ ഇങ്ങനെ എടുത്തില്ലേ? എന്തരടേ നിങ്ങൾ എന്തരടേ അപ്പീസെ കാണിക്കുന്നത്? എന്തരടേ? എൻ്റെ ദൈവമേ,
കണ്ടന്റ് ഉണ്ടാക്കാൻ വന്ന സാധനങ്ങൾ ഇതാണ് കണ്ടന്റ്. എന്തൊക്കെ ഫണ്ട് ഇവർക്ക് കൊണ്ടുപോകാം, എന്തെല്ലാം ഫണ്ട് ഇവർക്ക് ആ ഹൗസിനുള്ളിൽ കൊണ്ടുവരാം. ഇത് ബിഗ് ബോസ് എന്തെങ്കിലും എഴുന്നേക്കാൻ പാട്ടിട്ട് കൊടുക്കണം, എഴുന്നേക്കണമെങ്കിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കണം ഇവർ എഴുന്നേക്കണമെങ്കിൽ. ഇവർക്ക് സ്വന്തമായിട്ട് യാതൊരു കാര്യങ്ങളും. എന്നിട്ട് എല്ലാം കൂടി ഇല്ല രോഗം പിടിച്ച് അവിടെ മൂലേ കിടക്കുന്ന പോലെ അവിടെ കാണെ ഇരുന്ന് മൂലേ കിടന്ന് ആരുടെയും പരദൂഷണവും കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ പല ദിവസവും കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ വാർഡിൽ ചെന്ന രോഗികൾ എങ്ങനെയാണ്, അവരുടെ കട്ടിൽ എങ്ങനെയാണ്, അവരുടെ കോട്ട് ബെഡ് എങ്ങനെയാണ് കിടക്കുന്നത്, അവിടെ പുതപ്പ് കിടക്കും, ഇവിടെ അത് കിടക്കും, ഇവിടെ ഇത് കിടക്കും, മറ്റേടത്ത് കിടക്കും, അങ്ങനെ കിടക്കുന്ന ഒരു ശൈലിയാണ് അവിടെ. ഒരു വൃത്തി എന്ന് പറയുന്നത് 7 അയലത്തൂടെ പോയിട്ടില്ല. എനിക്കൊന്ന് കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളിലൊക്കെ ഒരുവിധം വൃത്തി ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അവരുടെ ബെഡ് അവർ തന്നെ വൃത്തിയാക്കി വെക്കുമായിരുന്നു. ഷീറ്റ് ഇതിപ്പം 1-2 ആൾക്കാരാണ് ബെഡ്ഷീറ്റ് കൃത്യമായിട്ട്. ഒന്നാം സ്ഥാനം അനീഷിനാണ്. ഇന്നലെ അനീഷിൻ്റെ ബെഡിൽ പോയി രേണു സുതി കിടക്കുന്നു. ഒന്നാമത്തെ കാര്യം തലയിൽ നിറച്ച് പേനാണ്. ഈ പേനും വെച്ചുകൊണ്ട് ആ ചെക്കൻ്റെ ബെഡിൽ പോയി കിടക്കുന്നു. അപ്പോൾ അവൻ എന്നിട്ട് അത് ചുളുക്കി ആ ബെഡ്ഷീറ്റും വലിച്ച് മാറ്റിയിട്ട് അപ്പോൾ അവൻ വന്ന് പറഞ്ഞ് എൻ്റെ ബെഡ് ഞാൻ വൃത്തിയാക്കിയിട്ടേക്കുന്നതാണ്, ഇവിടെ അങ്ങനെ കിടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ക്ലീൻ ചെയ്തിടണം. നിനക്കങ്ങ് എന്താടാ, ഞാനൊന്ന് കിടന്നെന്ന് വിചാരിച്ച്. ഇയാൾ ഇവനെ ഉള്ളോ എല്ലാവരില്ല, എന്താ പറയണല്ലേ, വെറും ഒരു വല്ലാത്ത വർത്താനം ഉണ്ടല്ലോ, ഒരു എന്താ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരുമാതിരി വർത്താനം. ആ വർത്താനമാണ് രേണുവിൻ്റെ വായിന്ന് വരുന്നത്. ഇതിനൊക്കെ എന്തിനാ അവിടെ നിർത്തുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. ബിഗ് ബോസ് എന്തിനാ നിർത്തുന്നത്? എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എനിക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ രേണുസുതയ്ക്ക് ഉണ്ടായിട്ടായിരിക്കും വേറെ ആൾക്കാരെയൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നവരൊന്നും വരാഞ്ഞത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കൂടെയല്ലേ നിൽക്കേണ്ടത്. നമുക്ക് അത് മനസ്സിലാവുമല്ലോ. എൻ്റെ ദൈവമേ, വേറൊന്നും കൊണ്ട് പറയില്ല, സംസാര രീതികളും. അപ്പോൾ എന്നിട്ട് അച്ഛൻ്റെ പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. അപ്പോൾ ഉടനെ അത് കണ്ടുകൊണ്ട് അവൻ എന്നിട്ട് നല്ല മടക്കി വൃത്തിയാക്കിയിട്ട് അത് കഴിയുമ്പോൾ ഓടി വന്ന് നൂറ വന്ന് അവിടെ ഇരിക്കുന്നത്. എന്താണ് ഇത് ഒരു മറ്റുള്ളവരെ പരിഹസിക്കുക എന്നുള്ളതാണ്. ഇവരൊക്കെ ഏതാണ്ട് വലിയ ആൾക്കാരായിപ്പോയെന്നുള്ളൊരു തോന്നലാണ്. അതൊക്കെയാണ് പ്രശ്നം. നമ്മൾ അറിയാതെ ഇവരുടെയൊക്കെ നല്ല ഒരു പോസിറ്റിവിറ്റി കണ്ടുകൊണ്ട് നമ്മൾ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കിടക്കുന്ന അടുത്ത ദിവസം അവരെ നെഗറ്റിവിറ്റി ഫുള്ളും അതുപോലെ തന്നെ പിന്നെ ഭീകരനെ പോലെ വായും തുറന്നെങ്കിൽ പുറത്തേക്ക് ചാടും. പിന്നെ നമ്മൾ എന്തോ ചെയ്യും? അപ്പോൾ നമ്മൾ കുറ്റം പറയുന്നതാണ് കുറ്റം. നമ്മൾ നല്ലത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ